പുട്ട് ദ സീൽ, മുദ്രയിടുക, പാർട്ട് 3. കഴിഞ്ഞ 2 ദിവസവും പഴയ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് മുദ്രയിടുന്നതിൻ്റെ പ്രാധാന്യം കുറച്ച് കൂടെയാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ നിയമത്തിലാണ്. മുദ്രയിടാൻ പഴയ നിയമത്തിൽ പറയുമ്പം നമുക്ക് മുദ്ര എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ, മോശയുടെ കാലത്ത് ആടിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ, അതായത് കുഞ്ഞാടിൻ്റെയാണ് പലപ്പോഴും രക്തമെടുത്തിട്ട് ആ രക്തം ചിഹ്നമാക്കി ഇടുന്നത് മുദ്രയാണ്. അത് മോശ അഹറോൻ്റെ ചെവിക്കും കയ്യേലും തമ്പിലും കാലിലും ഒക്കെ ഇട്ടായിട്ട് നമ്മൾ കേട്ടു. എന്നാൽ പഴയ നിയമത്തിൽ അത് ചെയ്തപ്പോൾ മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് ചെയ്തത് എങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടവരാണ് നമ്മൾ. അത് വളരെ പ്രധാനമാണ്. നമ്മൾ മുദ്രയിട്ട മക്കളാണ്. നമ്മളെ കാണുമ്പോൾ ദുഷ്ടൻ അറിയാം ഒരു മുദ്രയെന്ന്. എൻ്റെ മുഖത്തുണ്ടോ എന്ന് വെച്ചത് കാണും, പക്ഷേ ഇന്നർ ആത്മീയ ഗോളത്തിൽ ദുഷ്ടൻ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മുദ്രയുണ്ട്. മുദ്ര ഇടുന്നത് എങ്ങനെയാണ്? മുദ്ര ചിലപ്പോൾ പലപ്പോഴും കൈകൊണ്ട് ഇടാം, വാഗൊണ്ട് പറഞ്ഞാലും സംഭവിക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി എടുക്കുമ്പോൾ അതൊരു മുദ്ര വീഴുകയാണ്. ജോഷുവ 24-ാം അധ്യായത്തിൽ 14-15 പറയുന്നത്, "As for me and my household we will serve the Lord." ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ജോഷുവ അന്ന് എല്ലാവരെയും വിളിച്ചു നിർത്തിയേച്ച് പറയുകയാണ്, ശരിയാണ്, ഇന്ന ദിവസം ഒരു തീരുമാനം എടുക്കണം. നീ മിസ്രൈമിൽ വെച്ച് ആരാധിച്ച ദേവന്മാർ, അതായത് മാളോക്ക്, അതുപോലെ ബാൽ വിഗ്രഹങ്ങൾ, അതുപോലെ അസ്തോരത്ത്, ഇങ്ങനെയുള്ള പല വിഗ്രഹങ്ങളുണ്ട് അവർക്ക്. ആ വിഗ്രഹങ്ങളെ ഒന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് അതിനൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് നീ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഈ നദിക്കപ്പുറയെ നീ അതിനെ ഉപേക്ഷിച്ചിട്ട് മാത്രമേ ഈ നദിക്കിപ്പുറേ കയറി വന്നാൽ മതിയെന്ന് ജോഷുവ വിളിച്ചു പറഞ്ഞ ഒരു ഉടമ്പടി എടുപ്പിക്കുന്നതാണ്, മുദ്രയിടുകയാണ്. അങ്ങനെ ജോഷുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം അന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ മുദ്രയിട്ട്, അതായത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നൊരു ഉടമ്പടി എടുക്കുന്നത് നമുക്ക് കാണാം. പലപ്പോഴും മുദ്രയിടുന്നത് ചിഹ്നം നമ്മൾ കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നെങ്കിലും പറയുന്നതിനും ഈക്വലി ഇഫക്റ്റീവാണ്, നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ എഫെസ്യർക്കെതിരെ ലേഖനം 1:14 എടുക്കുന്നത്. എഫെസ്യർക്കെതിരെ ലേഖനം 1:14 ഇങ്ങനെയാണ് വായിക്കുന്നത്, മുദ്രയിട്ട മക്കളെ, അവനിൽ ക്രിസ്തുവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നമ്മൾ കേൾക്കും. എന്താണ് സുവിശേഷമെന്ന സത്യവചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാനാൽ മുദ്രയിടുക. എന്തിനാണ്? എൻ്റെ അവകാശത്തിൻ്റെ അച്ചാരമായിട്ട് പരിശുദ്ധാത്മ വാഗ്ദത്തത്തിൻ എന്നെ മുദ്രയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് മുദ്രയിടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? എല്ലാം ഈ പറഞ്ഞ് സുവിശേഷം കേട്ടിട്ട് ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് അവൻ്റെ പുകഴ്ചയ്ക്കുമായിട്ട് ജീവിക്കുന്ന മക്കളായി മാറി. അപ്പം എനിക്ക് എൻ്റെ അവകാശത്തിൻ്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുക. നമ്മളൊരു സ്ഥലം വാങ്ങിക്കുക, ഒരു സ്ഥലത്തിന് ഏകദേശം 80 ലക്ഷം രൂപയുണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ 10,000 രൂപ ഞാൻ ഇതിനിപ്പോൾ അഡ്വാൻസിന് അത് അച്ചാരം കൊടുക്കുകയാണ്. പിന്നെ നമ്മളോട് സാധാരണഗതിയിൽ ബിസിനസ് അല്പവിശ്വസ്തതകൾ നമ്മളോട് പറയാതെ പിന്നെ ആർക്കും അത് കൊടുക്കൂല, അതവിടെ വെച്ചിരിക്കും, ഒരു ടൈം പീരിയഡുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. എന്തിനാ മുദ്രയിട്ടിരിക്കുന്നത്? 2 കൊരിന്ത്യർ 11:2 പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. വി ആർ ബിട്രോത്ത്ഡ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അവിടെ സ്ത്രീ പുരുഷനെന്ന് വ്യത്യാസമില്ല. ക്രിസ്തുവാകുന്ന മണവാളിന് വേണ്ടി നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നെന്ന് വചനം പറയുമ്പോൾ ആ മുദ്ര എത്ര പേർക്കുണ്ടെന്നറിയാം. നാം മുദ്ര ഇട്ടിട്ടില്ല എങ്കിൽ ഇന്ന് മുദ്ര വേണമെന്ന് ദൈവത്തോട് പറഞ്ഞ് വാങ്ങിച്ചെടുക്കുക. നമ്മൾ മുദ്ര ഇട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് ദുഷ്ടപിശാചിനറിയാം എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും കർത്താവിൻ്റെ കർത്തൃമേശ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ബാപ്റ്റിസം എടുക്കുമ്പോഴേ അല്ലെങ്കിൽ പിന്നെ കുർബാന അനുഭവിക്കുമ്പോഴേ ഓരോ സമയത്ത് ഇതൊക്കെ സമയത്തും വീണ്ടും വീണ്ടും ഉടമ്പടി ഉറപ്പിക്കുന്നത് നമ്മൾ കാണാം. അതും ഒരു മുദ്രയിടയിലാണ്. അപ്പോൾ ഈ എഫെസ്യർക്ക് ലേഖനം 1:14 ഇങ്ങനെ പറയുന്നു, നമ്മളെ നമ്മളെ അവൻ്റെ മണവാട്ടിയായിട്ട് സകല അവകാശത്തിനുമായി അവൻ്റെ അവകാശത്തിൻ്റെ അച്ചാരത്തിനായിട്ട് നമ്മളെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എൻ്റെ മേലൊരു മുദ്ര കിടപ്പുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ അത് തുടച്ചു മാറ്റാനൊക്കത്തില്ല. അതാണ് അത്ര പ്രാധാന്യമാണ് അതിന്. ഈ മുദ്ര എൻ്റെ മേലിട്ടത് ദൈവമാണ് എങ്കിൽ, എനിക്കതിന്മേൽ ഉറപ്പുണ്ട് എങ്കിൽ ആ മുദ്ര എങ്ങനെ പൊട്ടിക്കാൻ സാധിക്കും? മുദ്ര ആർക്കെങ്കിലും പൊട്ടിക്കാൻ നോക്കുക? വെളിപ്പാടിനകത്ത് വായിക്കുന്നില്ലേ?
വെളിപ്പാടിനകത്ത് മുദ്ര 7 സീൽ ചെയ്തിരിക്കുന്ന പുസ്തകം മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകം തുറക്കാൻ ആർക്കും കഴിയത്തില്ലയോ എന്ന് പറഞ്ഞ് യോഹന്നാൻ കരയുകയാണ്. കരയുമ്പോഴാണ് ദൈവദൂതൻ വന്നേച്ച് പറഞ്ഞ് ഭയപ്പെടണ്ട, കരയണ്ട. ദൈവം കുഞ്ഞാട് വന്ന് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് കുഞ്ഞാട് വന്ന് ഈ മുദ്ര പൊട്ടിച്ച് വായിച്ചു തരുമെന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടാണ് ഇവനെ മുദ്ര പൊട്ടിച്ച് വായിച്ച് കേൾപ്പിക്കുന്നത്. മുദ്രയിട്ട വ്യക്തികളാണ്. നമ്മുടെ മേൽ മുദ്രയുണ്ടോ? നമ്മുടെ മക്കളുടെ മേലുണ്ടോ? ഭർത്താക്കന്മാരുണ്ടോ? മുദ്ര ഇടുക. ഈ സമയത്ത് ഇടുകയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചുമ്മാതെ അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു വരുമ്പോഴും ഈ മുദ്രയില്ല എങ്കിൽ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു പവറുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ആര് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർക്കറിയാം. എൻ്റെ കൂടെയൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾക്ക് നല്ല ജ്ഞാനവും വിവേകവും ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം വ്യത്യാസ ഭവനങ്ങളിൽ വരുന്നത്. കാരണം സത്യവചനങ്ങൾ അവരറിയുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന നമ്മൾ ചെയ്തെടുക്കണം. അതിനിപ്പോൾ നമുക്ക് വേറൊരാളെ സഹായത്തിനൊന്ന് ചോദിച്ചു നോക്ക്, ആര് വരും? ഇപ്പോഴത്തെ കാലത്ത് അങ്ങേയറ്റം സ്വാർത്ഥത, ആർക്കും നേരെയില്ല. 1 2 എല്ലാവർക്കും അവരവരുടെ ഭാരമുണ്ട്. പക്ഷെ വചനം ഇല്ലേ കയ്യിൽ? എന്താ പറയുന്നത്? വെളിപ്പാടിൻ്റെ 7:3 പറയുന്നത്. വെളിപ്പാടിൻ്റെ 7:2-3 നമുക്കതൊന്ന് വായിക്കാം. മുദ്രയിടുക. അപ്പോൾ ഈ മുദ്ര നമുക്ക് 7:2 വെളിപ്പാടിൻ്റെ 7:2-3 മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷത്തിനും കേടുവരുത്തുന്നവർ എന്താ? മുദ്രയിട്ടവരുടെ മേൽ തൊട്ടുപോയേക്കരുത്. അതാണ് ഞാനും പറയുന്നത്. മുദ്രയിടും. അത് പാസ്റ്റ് തൊട്ട് വെളിപ്പാട് വരെ മുദ്രയിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ഉൽപ്പത്തി തുടങ്ങിയ മുദ്രയിടയിൽ വെളിപ്പാടിൽ വരെ നമ്മൾ കാണുകയാണ്. അപ്പം നമ്മൾ ഈ വാക്യം വെളിപ്പാടിൻ്റെ രക്ഷദാനമാണെന്ന് വിളിച്ചു പറയുകയാണ്. ഇത് രക്ഷ തരുന്നത് ഒരു മുദ്രയിടയിലാണ്. വെളിപ്പാടിൻ്റെ 9:4 നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിൽ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തുന്ന അതിന് കൽപ്പനയുണ്ടായി. ദൈവം കൽപ്പന അയക്കുകയാണ്. ഇറ്റ്സ് എൻ ഓർഡർ ആൻഡ് എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത വ്യക്തികൾക്ക് മാത്രമേ ദുഷ്ടശക്തികൾക്ക് തൊടാൻ അവകാശമുള്ളൂ. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ മുദ്രയുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? നമ്മൾ ഈ ആവലാതി പറയുമ്പം വേദപുസ്തകം എടുത്ത് വായിച്ചിട്ട് മുദ്രയിടുക. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം എടുത്തിട്ട് നമ്മൾ തന്നെ വായിച്ചിട്ട് ഉറപ്പിക്കുക. 2 കൊരിന്ത്യർ 11:2 എടുക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. വെളിപ്പാട് 14 അതുപോലെ തന്നെ 1 ഫസ്റ്റ് ഫ്രൂട്ട്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു. 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അവർ കന്യകമാർ, സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. അതായത് അത് പിന്നെ ഈ ട്രിബുലേഷൻ പീരീഡിൽ തിരഞ്ഞെടുത്ത മക്കളാണെന്ന് ചിലർ പറയുന്നു. എങ്ങനെയാണെങ്കിലും അത് കഴിയുമ്പോൾ ഒരു വലിയ സമൂഹം, ജാതികളുടെ സമൂഹം ദൈവത്തെ കണ്ടത് എണ്ണിക്കൂടാൻ വയ്യാത്തതായ ഒരു ജനസംഖ്യയാണ് സ്വർഗത്തിൽ പിന്നെ കാണുന്നത്. അവരെല്ലാം മുദ്രയിട്ടവരാണ്. ഏത് കുലത്തിൽ വന്നു എന്നുള്ളതല്ല, നിനക്കിപ്പോൾ മുദ്രയിട്ടിട്ടുണ്ടോ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17 തൊട്ടുള്ള 20-ാം വാക്യത്തിനകത്ത് ഈ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം നമുക്കുണ്ടാകണം. പരിജ്ഞാനം മീൻസ് അറിവ് മൂലമുണ്ടായ ജ്ഞാനം. വിസ്ഡം മീൻസ് സ്വർഗത്തിൽ നിന്നിട്ട് ജ്ഞാനമാണ്. ഇത് പരിചയിച്ച് വരുന്നതിനെ പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? സ്വിമ്മിങ്. വെള്ളത്തിൽ നീന്താൻ അറിയാവുന്ന വ്യക്തി എത്ര വെള്ളം കണ്ടാലും ആഴവെള്ളം പേടിയില്ല. കാരണം നല്ല പരിചയമുള്ളവർക്ക് വെള്ളം കണ്ട അതിനകത്ത് ചാടിയാൽ നീന്തി ജീവിച്ച് രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ നീന്താൻ അറിയാം. പക്ഷേ നീന്തൽ അറിയാൻ വയ്യാത്തവർ എത്ര നീന്തലിനെ കുറിച്ച് വായിച്ചാലും അനുഭവത്തിൽ വെള്ളത്തിൽ ഇറങ്ങി പഠിക്കാത്ത ഒരു വ്യക്തി വെള്ളത്തിൽ വീണാൽ എന്തിരിക്കും? അത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. വചനങ്ങൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുള്ളത് നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17 തൊട്ടുള്ള 20 വാക്യം പ്രധാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് പറയുന്നത്? പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കുണ്ടാകണം.
പരിജ്ഞാനം എന്ന് പറയുന്നത് എന്തുവാ? എനിക്ക് ചെയ്ത് പരിചയം. എൻ്റെ അപ്പൻ ആരെന്ന് അടുത്തിരുന്ന് ദൈവത്തോട് സംസാരിച്ച് കേട്ടറിഞ്ഞ് അവനെക്കുറിച്ച് അവൻ്റെ സംസാരം അറിഞ്ഞ് അവൻ്റെ മണം അറിഞ്ഞ് അവൻ്റെ സ്വഭാവം അറിഞ്ഞ് ദൈവസന്നിധി ഇരിക്കുമ്പം നമ്മൾ പിതാവിനെക്കുറിച്ച് അറിയും. പിതാവ് എന്ന് ഞാൻ 3 സ്വർഗം പഠിപ്പിച്ചപ്പം പറഞ്ഞല്ലോ, 2-ാം സ്വർഗത്തിലുള്ള യുദ്ധം പിന്നെ ഇപ്പം നമ്മളെ അധികം അഫക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം വി ആർ ഡെഡ് ഇൻ ദ ഫ്ലഷ്. നമ്മൾ ആത്മാവിലായപ്പോൾ ഇൻറ്റഗ്രേഷൻ നടന്നു. അതായത് ഞാനിരിക്കുന്ന 1-ാം സ്വർഗവും പിന്നെ 3-ാം സ്വർഗവും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം അവിടെ എനിക്കൊരു തുറപ്പ് തരുമ്പം എൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉടനടി ചെന്ന് ഉത്തരം ആയിട്ട് എനിക്ക് തിരിച്ചു. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ 2-ാം സ്വർഗത്തിലുള്ള സംശയം എനിക്ക് കയറി വരത്തില്ല. പലരും എൻ്റെ മാഡം എനിക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പലരും ചോദിക്കും. ഞാനത് ഏറ്റെടുക്കുമ്പോൾ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം തരുമെന്നുള്ള വാഗ്ദത്തം നമ്മുടെ മേൽ നിൽക്കുമ്പോൾ ആ ഒരു വാഗ്ദത്തത്തെ പിടിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ 2-ാം സ്വർഗത്തിലുള്ള പിശാചിൻ്റെ സംശയങ്ങളും നുണയും അതിനകത്ത് വരത്തില്ല. ഭൂമിയിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ സ്വർഗം അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ നടക്കും. നമ്മുടെ മിടുക്കല്ല, ബിക്കോസ് ദ വേർഡ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ. ഞാനിപ്പോൾ ഒരു വക്കീലായതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ കോർട്ടിൽ ഒരു കേസിന് വേണ്ടി ഒരു സെക്ഷൻ എനിക്ക് അനുകൂലമുള്ളത് എടുത്ത് പറഞ്ഞാൽ ജഡ്ജിനത് മാറ്റി എഴുതാൻ അവകാശമില്ല. അപ്പോൾ ദൈവനിയമം നമ്മളോട് പറയുന്നു ഞാനിത് തന്നിരിക്കുന്നു. അപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്. എങ്ങനെയാണ്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തന്നിരിക്കുക. ഈ പിതാവിനെ അറിയാൻ എനിക്ക് ജ്ഞാനവും വെളിപ്പാട് തന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറന്നിട്ട് എൻ്റെ വിളിയാലുള്ള ആശ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ ദൈവം മക്കളാണെന്നറിയാൻ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇതറിയണം. ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നതായിരിക്കും. ബലത്തിൻ്റെയും വല്ലഭത്തിൻ്റെയും വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നറിയാൻ വേണ്ടി ദൈവം നമ്മളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് ഞാനും അതുതന്നെയാണ് പറയുന്നത്. പ്രാർത്ഥന വചനം എടുത്തു വെച്ചിട്ട് എന്നോട് ഒരാൾ രാവിലെ എങ്ങനെയാണ് പ്രാർത്ഥിക്കും, ഞാൻ ഈ രാവിലെ പ്രാർത്ഥിക്കുന്ന വചനം എടുത്തു വെച്ച് ഇപ്പോൾ എൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ വചനം അത് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന മതി ദൈവസന്നിധിയിൽ. നമുക്ക് നമ്മളിരിക്കും അയ്യോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ. ഭർത്താവ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ഒരു ദിവസം 4 പേർക്ക് വേണ്ടി എടുക്കുക, വേറെ ദിവസം വേറൊരാൾക്ക് വേണ്ടി എടുക്കുക. എല്ലാ വിഷയവും ഒന്നിച്ചെടുക്കാൻ ഒക്കുമോ? ഗോഡ് നോസ്. അതുകൊണ്ട് മോർണിംഗ് പ്രെയർ പ്രഭാത പ്രാർത്ഥന അറിയാവുന്ന ഒരു ചൊല്ലണം. അതല്ല എങ്കിൽ ഈ 7 മണിക്ക് വരുന്ന എൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. അത് സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥന തന്നെയാണ്. അതിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വരെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. പലപ്പോഴും കേൾക്കാൻ പ്രയാസമാണെങ്കിൽ തന്നെ ചുമ്മാതെ ഈ നമ്മുടെ ഈ വചനം പുറകിൽ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ പോലും അതിന് ശക്തിയുണ്ട്. കാരണം വചനം ജീവന. ഇപ്പം ഞാൻ എൻ്റെ വാഗുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഇവിടെ അപ്പുറത്ത് നിന്ന് അത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ശക്തിയുണ്ട്. ഞാൻ ഉറങ്ങുന്നവരുടെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ ഉറങ്ങുന്ന ആത്മാവ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, വെളിപ്പാടിനകത്ത് മുദ്രയിട്ടവരെയാണ് നീ വിളിച്ചു മാറ്റുന്നത്. ദ സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേ കം ലോർഡ് ജീസസ് കം. ആത്മാവാണ് പറയുന്നത്. വ്യക്തമണാളാന്ന് മോശയുടെ ഭാര്യ സിപ്പോറ വിളിച്ചു പറഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാന്ന് വിവാഹ നിശ്ചയം ചെയ്തവരാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വെളിപ്പാടിനകത്ത് കർത്താവിൻ്റെ മണവാട്ടിയാണെന്നും കർത്താവ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്നെന്നും ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം എന്നേക്കുള്ള ജീവിതമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും മുദ്രയിട്ടവരായിട്ട് ജീവിപ്പാൻ, നമ്മളെ സെറ്റപ്പാട്ട് ചെയ്യാൻ, കർത്താവിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളവരായിട്ട് മാറാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ കണ്ണുകളെ, ചിന്തകളെ, ഞങ്ങളുടെ ചെവികളെ, കേൾവികളെ, ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ എല്ലാം നിനക്കിഷ്ടമുള്ളത് മാത്രം എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേച്ച് വേണ്ടുന്നതിൻ്റെയൊക്കെ കടന്നു വരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ആരെയാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് ദൈവത്തെ അറിയുവാനുള്ള കൃപ തരണം. ഞങ്ങളുടെ മുദ്രയിടുകയാണ് ഓരോ വ്യക്തിയും, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ളവരുടെ ഞങ്ങളുടെ മേൽ, ഭർത്താക്കന്മാരുടെ, ഭാര്യമാരുടെ, മക്കൾ, കൊച്ചുമക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള സഹോദരന്മാർ ഇവരുടെ മേലെല്ലാം ഞങ്ങൾ മുദ്ര ഇട്ട് കാപ്പിച്ച ആ മുദ്ര അവിടെ കിടക്കുന്നിടത്തോളം കാലം വീണ്ടും ഞങ്ങൾ റിന്യൂ ചെയ്തിടുകയാണ്. ആ മുദ്ര കിടക്കുമ്പോൾ അവർക്ക് വചനം വായിക്കാനുള്ള ഒരു കൃപ ഇട്ട് കൊടുക്കണം.
തന്നെത്താനെ വചനം പഠിക്കാൻ. ആദ്യമേയൊക്കെ ചെറിയ തരത്തിൽ പാല് മാത്രം കുടിക്കുന്നവർ, അത് കഴിയുമ്പോൾ അവർ ഇച്ചിരി കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ, പിന്നെ അവർ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കും, ബലമുള്ളവർ. അങ്ങനെയുള്ള ഒരു വളർച്ചയുണ്ടല്ലോ കർത്താവേ. മുദ്രയിടുന്ന ഞങ്ങളിപ്പോൾ അവർക്കല്ല കർത്താവേ, ക്രമേണയെങ്കിലും നിൻ്റെ സ്നേഹത്തിലേക്ക് വന്ന് നിൻ്റെ വചനത്തിൽ കൂടെ വളരുവാൻ, നിൻ്റെ വിശുദ്ധ വചനം പഠിച്ചെടുക്കുവാൻ, അതിൽ വളർന്ന് പുഷ്ടി പ്രാപിപ്പാൻ, നല്ല ജീവവൃക്ഷമായിട്ട് വളരുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവർ, വചനം അയക്കുന്ന കുടുംബങ്ങളിൽ ഇത് സംഭവിക്കട്ടെ അപ്പച്ച. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.